അപ്പോൾ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ഇന്നിപ്പോ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. രാവിലെ 11 മണിക്കാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങളൊക്കെ ബജറ്റിൽ ഉണ്ടായേക്കും. കർഷകരെയും സ്ത്രീകളെയും ഒക്കെ ലക്ഷ്യമിട്ട് വൻ 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 പ്രഖ്യാപനങ്ങളൊക്കെ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പി ബസന്ത് ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബസന്ത്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ ഇന്ന് മോദി സർക്കാരിന്റെ അവസാന ബജറ്റാണ്, രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റാണ്. ഈ വ്യവസ്ഥകളൊക്കെ പ്രകാരം ഒരു സർക്കാർ വരുന്നതിന് മുൻപുള്ള വരവ് ചിലവ് കണക്ക്, അതാണ് ഈ ഇടക്കാല ബജറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എല്ലാ സർക്കാരുകളും വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നൽകാറുണ്ട്, അതാണ് പതിവ്. അപ്പോൾ അത്തരത്തിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ ഈ ഇടക്കാല ബജറ്റിലും നമുക്ക് പ്രതീക്ഷിക്കാമോ? 2019 ഇടക്കാല ബജറ്റിനെ വെല്ലുന്ന പ്രഖ്യാപനങ്ങളാകുമോ ഇക്കുറി ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കപ്പെടുക? സേതു, ഗുഡ് മോർണിംഗ്. ബജറ്റ് തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഇത്. പക്ഷേ ഇടക്കാല ബജറ്റ് എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത്, അതായത് 4 മാസത്തേക്കുള്ള വരവ് ചെലവ് കണക്കുകൾ മാത്രം അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും മാറി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം 2019 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഇടക്കാല ബജറ്റിലാണ് കർഷകർക്ക് പ്രത്യേക ഒരു നിശ്ചിത തുക നൽകുന്ന PM കിസാൻ നിധി പ്രഖ്യാപനമുണ്ടായത്. അപ്പോൾ സമാനമായ തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഇത്തവണയും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ തവണ കർഷകർക്ക് കൊടുത്തിരുന്ന തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നു. 6000 രൂപ കൊടുക്കുന്നത് 8000 അല്ലെങ്കിൽ 10000 കൂട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വനിതാ കർഷകർക്ക് ഒരു കൊല്ലം 12000 രൂപ നൽകുന്ന ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ആലോചനകൾ കൃഷി മന്ത്രാലയത്തിലും അതോടൊപ്പം തന്നെ ബജറ്റ് പ്രഖ്യാപന സമയത്തുമൊക്കെ തയ്യാറാക്കുന്ന സമയത്തുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇടത്തരക്കാരെ എങ്ങനെ ഒപ്പം കൂട്ടാമെന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകളും നടന്നിരുന്നു എന്നുള്ളതാണ്. ഇടത്തരക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആദായ നികുതിയിലെ പരിഷ്കാരങ്ങൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇടത്തരക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 എന്നുള്ളത് 1 ലക്ഷമായി ഉയർത്തണം എന്നുള്ളൊരു ആവശ്യം നിലനിൽക്കുന്നു. അത് അല്ലെങ്കിൽ ശമ്പളവുമായി ബന്ധപ്പെടുത്തി അതിനെ നിജപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യം വരുന്നു. അപ്പോൾ അത്തരത്തിൽ ആദായ നികുതിദായകർ തന്നെ വലിയ തോതിൽ ചില പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉള്ള ബജറ്റ് അല്ലെങ്കിൽ NDA ബജറ്റ് നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ ആദായ നികുതി ദായകർക്ക് എന്തെങ്കിലും ഒരു ഇളവ് അനുവദിച്ചതായി കാണുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ കൊല്ലം മുതൽ തന്നെ പുതിയ നികുതി റെജീമാണ് ഇപ്പോൾ നിലവിലുള്ളത്, അല്ലെങ്കിൽ നികുതി ഒരു ഘടനയാണ് നിലവിലുള്ളത്. അപ്പോൾ പല നമ്മളെ നിക്ഷേപങ്ങൾക്കൊന്നും തന്നെ നികുതി ഇളവ് ലഭിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതായത് ഇൻഷുറൻസ് പോലുള്ള പദ്ധതികളിൽ നമ്മൾ തുക നിക്ഷേപിച്ചാൽ അതിന് കിട്ടിയിരുന്ന നികുതി ഇളവുകളൊക്കെ പുതിയ നികുതി ഘടനയിലേക്ക് മാറുന്നവർക്ക് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്ക് അത് നൽകണമെന്നുള്ളൊരാവശ്യം വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. ഇല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇപ്പോൾ 50,000 എന്നുള്ളത് 1 ലക്ഷമായിട്ട് ഉയർത്തണം എന്നുള്ളത്, നികുതി സ്ലാബ് 2.5 ലക്ഷം രൂപ എന്നുള്ളത് ഉയർത്തണം എന്നുള്ളൊരാവശ്യം. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ആവശ്യങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലുണ്ട്. ഇവയെല്ലാം എങ്ങനെയായിരിക്കും നിർമ്മല സീതാരാമൻ സമീപിക്കുക എന്നുള്ളതാണ് ഈ ബജറ്റിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം എന്ന് പറയുന്നത്. മറ്റൊന്ന്, റിയൽ എസ്റ്റേറ്റ് മേഖല, അവരുടെ ആവശ്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അവരുടെ ആവശ്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവരെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു മേഖലയായിട്ട് അതിനെ കണക്കാക്കണം എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യ മേഖലയായി കണക്കാക്കിയാൽ ആനുകൂല്യങ്ങൾ നിരവധി കിട്ടുന്നു, ലോണിൻ്റെ സാഹചര്യങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിൽ പല മേഖലകൾ പല തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ സുപ്രധാനമായിട്ടൊരു കാര്യം പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് സമ്പൂർണ്ണ ബജറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തൻ്റെ സർക്കാർ അവതരിപ്പിക്കുമെന്നുള്ളതാണ്. 2 കാര്യമാണ് അതിലുള്ളത്. ഒന്ന്, ഇപ്പോൾ വരുന്നത് ഇടക്കാല ബജറ്റാണ്, അല്ലെങ്കിൽ ഒരു വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കും എന്നുള്ളത്. 2, തൻ്റെ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിലുള്ളൊരു ശുഭാപ്തി വിശ്വാസം പ്രധാനമന്ത്രി പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ വരുന്ന ഈ ഇടക്കാല ബജറ്റിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിരവധി വെല്ലുവിളികൾ മുന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ എങ്ങനെ അത് വോട്ടാക്കി മാറ്റാൻ കഴിയും? ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ജയിക്കാൻ കഴിയുമോ? ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം ഞങ്ങൾ നടപ്പാക്കി, അല്ലെങ്കിൽ അത് വിജയകരമായി നിർമ്മിച്ചു, അത് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത്, ആ ഒരു രാഷ്ട്രീയ വിഷയം മാത്രം മതിയോ? അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളെ കൂടി ഒപ്പം കൂട്ടാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്
ആഗോള തലത്തിൽ ഇന്ധന വിലയിൽ വന്നിട്ടുള്ള കുറവാണ്. അതായത് ക്രൂഡ് ഓയിലിൻ്റെ വില വീപ്പയ്ക്ക് $80 കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ 1 ലിറ്റർ പെട്രോൾ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ധനം വിൽക്കുമ്പോൾ 11 രൂപ വരെ ലാഭം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഉപഭോക്താക്കൾക്ക് നൽകിക്കൊണ്ടുള്ള എന്തെങ്കിലും പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്ത്, ഏതെങ്കിലും ഡ്യൂട്ടി ഇളവുകൾ വരുത്തി എന്തെങ്കിലുമൊക്കെ അത്തരത്തിലൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമോ എന്നുള്ളൊരു പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ഇതായിരിക്കും. ഒരു 10 രൂപ വരെയൊക്കെ ഇന്ധനത്തിന് കുറയുന്ന ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രതീക്ഷകളൊക്കെ അനവധിയാണ്. കാരണം എന്തൊക്കെ പ്രഖ്യാപനങ്ങളാകും ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഇടക്കാല ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരും. മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞതുപോലെ മധ്യവർഗത്തെ ഒപ്പം നിർത്തുക. മധ്യവർഗമാണ് എല്ലാവരും എപ്പോഴും ഈ BJPയുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അവരെ ചേർത്ത് നിർത്താൻ എന്തൊക്കെയാകും ഈ ബജറ്റിൽ, ഇടക്കാല ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ളതും ഏറെ ആകാംക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്.